ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എമ്പുരാനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. ഈ വരുന്ന 27-ാം തീയതി, അതായത് 2 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ എമ്പുരാൻ സിനിമ റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഉള്ള ആകാംക്ഷ പോലെ തന്നെ എനിക്കും ഒരുപാട് ആകാംക്ഷയുണ്ട് ഈ സിനിമയിൽ എന്താണ് വരാൻ പോകുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ചിന്തിച്ചു കൂട്ടിയ എമ്പുരാനെക്കുറിച്ചുള്ള എൻ്റേത് മാത്രമായ നിരീക്ഷണങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പേരിൽ തുടങ്ങാം. എമ്പുരാൻ എന്ന ടൈറ്റിലിൽ A.A എന്ന് കാണാം. അത് ചുവന്ന നിറത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് ഓൾറെഡി ഒരുപാട് ചർച്ചകൾ കഴിഞ്ഞതാണ്. പലരും പല വീഡിയോകളായി ചർച്ചകൾ ചെയ്തു കഴിഞ്ഞു. അലിസ്റ്റർ ക്രൗളി എന്ന് പറയുന്ന ഒരാളുടെ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ ഷോർട്ട് ഫോം ആണ് ഇത് എന്ന് പറയുന്നവരുണ്ട്. അതിന് പ്രധാനമായിട്ട് അവർ പറയുന്ന കാര്യം അക്ഷരങ്ങൾക്കിടയിലുള്ള കുത്തുകളാണ്. ഈ സംഘടന ചർച്ച ചെയ്യുന്നതിനും രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി എഴുതുന്ന എല്ലാത്തിലും ഈ കുത്തിടും എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ചിന്തിച്ചത് മറ്റൊരു രീതിയിലാണ്. ആ രീതിയിൽ ചിന്തിച്ചപ്പോൾ എനിക്ക് 2 കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ വന്നത്. അപ്പോൾ ആദ്യത്തേത് എനിക്ക് തോന്നിയ കാര്യം A.A എന്നുള്ളത് ചുവന്ന നിറത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഡെവിളിൻ്റെ അല്ലെങ്കിൽ ചെകുത്താൻ്റെ കൊമ്പുകളായിട്ടാണ് എനിക്ക് തോന്നിയത്. 2 കൊമ്പുകൾ നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഇനി രണ്ടാമതായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ലൂസിഫർ എന്ന സിനിമയിൽ അതിൻ്റെ ടൈറ്റിലും IF എന്ന് എഴുതിയിരിക്കുന്നത് A എന്ന രൂപത്തിലാണ്. അതായത് ആ സിനിമയുടെ അവസാനമാണ് ഖുറേഷി അബ്രഹാം എന്ന കഥാപാത്രത്തെ കാണിക്കുന്നത്. അതുപോലെ ഈ ടൈറ്റിലും 2 A കാണിക്കുന്നുണ്ട്. ഒന്ന് ഖുറേഷി അബ്രഹാം ആണെങ്കിൽ മറ്റൊരു A ആരാണ് എന്നാണ് എൻ്റെ ശബ്ദം. അപ്പോൾ അതാവാം 2-ാം ഭാഗത്തിൻ്റെ ക്ലൈമാക്സിൽ കാണിക്കാൻ പോകുന്നതും 3-ാം ഭാഗം സംഭവിക്കാൻ പോകുന്നതും. ഇത് ഓൾറെഡി പല യൂട്യൂബ് ചാനലുകളും ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ലാലേട്ടനെതിരെ മറ്റൊരു ശക്തനായ ഒരു കഥാപാത്രം ഈ സിനിമയിൽ വരും, അല്ലെങ്കിൽ 3-ാം ഭാഗത്തിൽ വരും എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് പല പേരുകളും കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ A.A എന്നത് ഒരാൾ ഖുറേഷി അബ്രഹാം ആണെങ്കിൽ മറ്റൊരാൾ ആരാണെന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അത് ചിലപ്പോൾ അടുത്ത 3-ാം ഭാഗത്തിൽ മമ്മൂട്ടിയോ ഷാർഖാനോ അമീർ ഖാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോളിവുഡോ നടനാക്കാം. ഇതൊന്നുമല്ലെങ്കിൽ ലാലേട്ടൻ തന്നെ ഡബിൾ റോളിൽ വന്നേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എമ്പുരാനിലെ ഈ ഭാഗത്ത് വരുന്ന L2 എന്ന് എഴുതിയിരിക്കുന്ന രീതിയാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ ഓൾറെഡി യൂട്യൂബ് ചാനലുകൾ കഴിഞ്ഞതാണ്. ഫ്രെറ്റേണിറ്റസ് സാറ്റേണി എന്ന് പറയുന്ന ജർമ്മൻ ഗ്രൂപ്പിൻ്റെ സിംബലുമായി ഒരുപാട് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. വളരെ ശരിയാണ്, എനിക്കും തോന്നിയത് കണ്ടപ്പോൾ. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമയുടെ ആദ്യ ഭാഗങ്ങൾ തന്നെ പറഞ്ഞിരുന്നത് L2E എന്നാണ്. അതായത് ലൂസിഫർ ടു എമ്പുരാൻ, എങ്ങനെ ലൂസിഫർ എമ്പുരാനായി എന്നുള്ള കഥയായിരിക്കും ഇതിൽ പറയുക. അത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൂസിഫർ എന്ന സിനിമയിൽ L ഒഴിച്ച് ബാക്കിയെല്ലാം അക്ഷരങ്ങളും തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതായത് തിരിച്ചു വരുന്നത് പോലെയാണ് എഴുതിയിരിക്കുന്നത്. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ആൾ തിരിച്ച് ഖുറേഷി അബ്രഹാം ആവുന്നതായിട്ടാണ് ആ സിനിമയിൽ കാണിച്ചിരിക്കുന്നതെങ്കിൽ, ഈ സിനിമയിൽ കാണിക്കുന്നത് ഖുറേഷി അബ്രഹാം എന്ന ആൾ തിരിച്ച് നാട്ടിലേക്ക് വരികയും LUFൻ്റെ നേതൃസ്ഥാനത്ത് എത്തുന്നതായിരിക്കും ഈ സിനിമയിൽ കാണിക്കുന്നത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്ക് പോകാം. അടുത്ത ടോപ്പിക്ക് തന്നെ ഒരു പോസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ പോസ്റ്റർ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, നമുക്ക് 3 ഇലുമിനാറ്റി സിമ്പിൾസാണ് ഇതിൽ നിൽക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും വലിയൊരു സിമ്പിളിനകത്ത് ലാലേട്ടൻ നിൽക്കുന്നുണ്ട്. തൊട്ടടുത്ത് ചെറിയൊരു സിമ്പിളിനകത്ത് രാജുവേട്ടനും, താഴെ ഒരു ചെറിയ സിമ്പിളിനകത്ത് എറിക് ബോനി എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് നടനാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ സിമ്പിളിൻ്റെ വലിപ്പം തന്നെ വെച്ച് മനസ്സിലാക്കാം രാജുവേട്ടൻ്റെ ബോസാണ് ലാലേട്ടൻ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എറിക് ബോനി എന്ന് പറയുന്ന ആ നടൻ്റെ ഒരു ബോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അദ്ദേഹമായിരിക്കും 3-ാം പാർട്ടിലെ വില്ലനായി വരുന്നത്, അല്ലെങ്കിൽ ലാലേട്ടന് ഒത്ത എതിരാളിയായി വരുന്നത്. ഇനി നമുക്ക് ശ്രദ്ധിച്ചറിയാം, ഈ പ്രധാനപ്പെട്ട സിമ്പിളിനകത്താണ് യുദ്ധസാമഗ്രികളും മറ്റു സാധനങ്ങളും ഇതിനകത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ പോസ്റ്റർ വെച്ച് നോക്കിയപ്പോൾ ഇതിനകത്ത് 3 കഥ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ 1-ാമത്തെ കഥ എന്ന് പറയുന്നത് പൃഥ്വിരാജും ലാലേട്ടനും ഒരുമിച്ച് ചേർന്ന ഒരു ഫ്ലാഷ് ബാക്ക് ആകാനാണ് സാധ്യത. നോർത്ത് ഇന്ത്യൻ സൈഡിൽ നടക്കുന്ന കലാപങ്ങളും മറ്റും, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമായിട്ടുള്ള കഥകളായിരിക്കാനാണ് സാധ്യത. ഇനി 2-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഖുറേഷി അബ്രഹാമിൻ്റെ ഇപ്പോഴത്തെ കഥയാണ്. ഇനി ഇതിന് 3-ാം ഭാഗം, അതായത് ഈ ഇലുമിനാറ്റി ചിഹ്നത്തിന് പുറത്ത് നിൽക്കുന്ന മഞ്ജു വാര്യരുടെയും ടോവിനോയുടെയും കഥയാണ്. അതായത് കേരളത്തിൽ നടക്കുന്ന കഥയായിരിക്കും പറയുന്നുണ്ടാവുക. ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഞ്ജു വാര്യരുടെ ക്യാരക്ടർ കസേരയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ലീഡറാവാൻ സാധ്യതയുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഭാഗം, അതായത് ആ ഭാഗത്ത് പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യാൻ പോകുന്നത് മഞ്ജു വാര്യരായിരിക്കും എന്നായിരിക്കും. ഇനി വിട്ടുപോയൊരു കാര്യം, ഈ ഇന്ദ്രജിത്തിൻ്റെ കഥാപാത്രമായ ഗോവർദ്ധൻ, അദ്ദേഹം പ്രധാനപ്പെട്ട ഇലുമിനാറ്റി സിമ്മലിനകത്താണ് നിൽക്കുന്നത്. എങ്കിൽ ഖുറേഷി അബ്രഹാമിൻ്റെ കഥാഭാഗത്ത് അദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട റോൾ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്ത വിഷയം ഇപ്പം അടുത്ത വിഷയം എന്ന് പറയുന്നത് ടോവിനോയുടെ കഥാപാത്രമാണ്. ഓൾറെഡി ഒരുപാട് യൂട്യൂബ് ചാനലുകളിൽ ടോവിനോയുടെ കഥാപാത്രം വില്ലനാണെന്നുള്ള രീതിയിൽ ചർച്ചകൾ പോയി കഴിഞ്ഞു. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം, ടോവിനെ പുറത്തുനിന്ന് വരുന്ന ഒരു കഥാപാത്രമാണ്. അദ്ദേഹം നടത്തുന്ന ഒരു പരീക്ഷണവുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ ഒരു നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് എടുത്ത തെറ്റായ തീരുമാനം മൂലമോ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ആ പ്രശ്നം മൂലം ടോവിനോ നേതൃസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയോ ഇല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്യാനാണ് സാധ്യത. ഇനി ഉണ്ടാകുന്ന ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഡാമുമായി ബന്ധപ്പെട്ടുള്ളതാവാനാണ് സാധ്യത. ഉരുൾപൊട്ടലോ, അല്ലെങ്കിൽ ഡാം പൊട്ടുന്നതോ, അല്ലെങ്കിൽ ഡാമിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടോ, ഇല്ലെങ്കിൽ വെള്ളപ്പൊക്കമായി സംബന്ധിച്ച ഒരു വിഷയമാണ്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഖുറേഷി അബ്രഹാം എന്ന് പറയുന്ന ലാലേട്ടൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളായിട്ട് ചർച്ച ചെയ്യാനുണ്ടായിരുന്നത്. ഇതെല്ലാം ഞാൻ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങളാണ്. ചിലപ്പോൾ ഇതൊന്നും സിനിമയുമായി ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കാം. എങ്കിലും ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതുപോലുള്ള രസകരമായിട്ടുള്ള വീഡിയോകൾ കാണുന്നതിനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്